ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ട്രൂസ് പ്രപ്പോസൽ. അപ്പോൾ ആദ്യം ഇതിൻ്റെ പ്രപ്പോസൽ കൊടുക്കുന്നത് ഇസ്രായേലാണ്. അത് അമേരിക്കയും കൂടെ ഇടപെട്ടിട്ടാണ് ആ പ്രപ്പോസൽ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ആദ്യം ഭയങ്കര നെഗോസിയേഷൻ നടന്നു. ഫൈനൽ മൂവ്മെൻറ്റിൽ ഈ പ്രപ്പോസൽ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഇസ്രായേലിൽ നിന്നും പോയ കെയ്റോയിലെത്തിയിരുന്ന നെഗോഷിയേറ്റേഴ്സ്, അതായത് അവിടെ മൊസാദ് അങ്ങനെയുള്ള തലവന്മാർ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ധാരണയിൽ അവർ തിരികെ പോന്നു. അപ്പോൾ തിരികെ പോകുന്ന സമയത്ത് അവരൊരു വാണിംഗ് കൊടുത്തു. ഇതിൻ്റെ അകത്ത് മീഡിയേറ്റ് ചെയ്യുന്ന ഈജിപ്ഷ്യൻസിനും അതേപോലെ ഖറ്റാറിനും ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രപ്പോസലുമായിട്ട് അംഗീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ റാഫേൽ കയറും. അപ്പം ഇതുമായിട്ട് അനുബന്ധിച്ച് അതേ ദിവസം അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി, അതായത് ഡിഫൻസ് മിനിസ്റ്റർ, അദ്ദേഹം ഒരു പ്രസ്താവന കൊടുത്തു. അതായത് റഫേൽ കയറുവാൻ വേണ്ടി ഇസ്രായേലിന് അമേരിക്കയുടെ സാങ്ഷനൊന്നും ആവശ്യമില്ല. അതായത് കയറുമെന്നുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തു. ഇതിൻ്റെ പേരിലാണ് പെട്ടെന്ന് റഫേൽ കയറുമെന്നും അറിയാം, ഇതിനെ ഈ 10,000-ഓളം പേരെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തു, അതും അറിയാം. കാരണം കയറാൻ വേണ്ടി തയ്യാറായി. അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് ഹമാസ് ഒരു എഗ്രിമെൻറ്റിലോട്ട് വന്നിട്ട് ഈ ട്രൂസ് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് അവർ ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിക്കുന്നത്. ഇന്നും ഇന്നലെ ഉണ്ടായ ഡെവലപ്മെൻറ്റാണ് ഇനി പ്രാധാന്യം. അതായത് ഇന്ന് ഇസ്രായേലിൻ്റെ സേന, അതായത് IDF, ഈജിപ്തിൽ നിന്ന് റഫേലോട്ട് പോകുന്ന എൻട്രി ഗേറ്റ്, അതാണ് റഫേലോട്ട് പോകുന്ന പ്രധാനപ്പെട്ട എൻട്രി ഗേറ്റ്, അത് പിടിച്ചിങ്ങെടുത്തു. അവരുടെ ടാങ്ക് വ്യൂഹം പോയിട്ടാണ് അത് കൈക്കലാക്കുന്നത്. പിന്നീട് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. അതോടനുബന്ധിച്ച് ഇസ്രായേലി ഒഫീഷ്യൽസ് പറഞ്ഞു, അവർ തന്ന ട്രൂസിൻ്റെ അക്സെപ്റ്റ് ചെയ്ത പ്രപ്പോസലിനെ പറ്റി ഫർദർ നെഗോഷിയേറ്റ് ചെയ്യുവാനും സംസാരിക്കുവാനുമായിട്ട് അവരുടെ ഒരു ടീം ഖത്തറിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പം ഇതിവിടെ നിൽക്കുകയാണ്. 3 ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് അനുസരിച്ചാണ് ഈ ട്രൂസിൻ്റെ പ്രപ്പോസൽ ഏകദേശം 42 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും വെടിനിർത്തൽ, അതേപോലെ തന്നെ ഹോസ്റ്റേജസിനെ മുഴുവനും കൈമാറുക, 1500 2000-ഓളം പലസ്തീൻകാരെ തിരിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അവരൊരു കാരണവശാലും അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹമാസിനെ അംഗീകരിക്കില്ല, പാലസ്തീനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഈ വാറുമായിട്ടുണ്ടായിട്ട്, അതായത് 7 മാസം കൊണ്ട് ഈ വാറുകൊണ്ടുണ്ടായ പുരോഗതി എന്താണെന്നും കൂടെ വിലയിരുത്താം. കാരണം 7 മാസമായിട്ട് ഈ വാറ് നടക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏകദേശം 15 ലക്ഷത്തോളം പേര് ഗാസ സ്ട്രിപ്പിൽ താമസിച്ചിരുന്നു. അതാണ് ഗാസയിൽ അത്രയും പേരുണ്ടായിരുന്നു. ഹമാസിൻ്റെ പൊളിറ്റിക്കൽ കൺട്രോളായിരുന്നു, അവിടുത്തെ മിലിഷ്യയും ആശുപത്രി എല്ലാം നടത്തിക്കൊണ്ട് ഇഷ്ടംപോലെ പണം വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ സഹായിച്ചു കൊണ്ടിരുന്നു. പല രാജ്യങ്ങളെ ഗൾഫ് രാജ്യങ്ങൾ സഹായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്താണ് ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ടെറിട്ടറി കയറി അറ്റാക്ക് ചെയ്യുന്നത്. പിന്നീടാണ് ഗ്രൗണ്ട് വാറും അതേപോലെ തന്നെ എയർ വാർഫെയർ ഇതെല്ലാം കൂടെ ഒരുമിച്ചുണ്ടാകുകയും, പ്രധാനപ്പെട്ട രീതിയിൽ മനസ്സിലാക്കേണ്ടത്, ഏകദേശം 35,000-ഓളം പലസ്തീൻ അവർ കൊല്ലപ്പെട്ടു. മറ്റിടത്ത് 1100 പേരെ കൊല്ലപ്പെട്ടുള്ളൂ. ഏകദേശം 200 പേരെ തടവിലാക്കി, ഹോസ്റ്റേജസ് ആക്കി. അതിനകത്ത് ഇനി 120 പേര് മാത്രമേ ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ളൂ. ബാക്കിയുള്ളവരെ പല ഡീലിൻ്റെ ഭാഗമായിട്ട് അന്യോന്യം കൈമാറി. ഗാസയിലുള്ള 80% വീടുകൾ, അതായത് ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടുകൾ, ആശുപത്രികൾ, ഇവർ ഹൈലൈറ്റ് ചെയ്യുന്ന മസ്ജിദ്, സ്കൂൾ, ഇത് മുഴുവനും ഡിമോളിഷനായി. ഒത്തിരി കുട്ടികൾ കൊല്ലപ്പെട്ടു.
അപ്പം എന്താണ് ഹമാസിന് ഈ വാറ് കൊണ്ട് കിട്ടിയത് ചോദ്യമാണ്. ഇതാണ് ഇവന്മാർ ഈ ജിഹാദി തീവ്രവാദികൾ ഭൂലോക പൊട്ടന്മാരാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം പേര് സീരിയസ്ലി ഇഞ്ചേർഡായി. ഈ ഗാസയെന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ 5 വീടെടുക്കുകയാണെങ്കിൽ 4 വീടും പൊളിഞ്ഞുപോയി, അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഇനി അത് തിരിച്ച് അതേപോലെ അത് പണിതെടുക്കാൻ മിനിമം 25 വർഷം എടുക്കും. വലിയൊരു പണം ചിലവാകും. കാരണം ഒരിക്കലും ഈ ഗാസയിലുള്ള പാലസ്തീൻ അവരുടെ പണമൊന്നുമല്ല, മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടുന്ന പണം കൊണ്ടാണ് സിറ്റി ഉണ്ടായത്, ആ പ്രദേശം ഉണ്ടായത്. അവർ അതേപോലെ തന്നെ അവിടെ ഫാം ചെയ്തിരുന്ന അഗ്രികൾച്ചർ, അപ്പോൾ അവിടെ മുഴുവൻ അവിടെ ഇനി കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലായി മാറി. സ്കൂളുകളില്ല, ആശുപത്രികളില്ല, വീടുകളില്ല, ഒന്നുമില്ല. അപ്പോൾ കേരളത്തിലെ ചില ഡിജിറ്റൽ മീഡിയ, സാറ്റലൈറ്റ് മീഡിയ ഇതാണ് അവർ വിജയിച്ചു എന്ന് പറയുന്നത്. എന്ത് വിജയമാണ് നേടിയത്? ഇത് പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ വിജയമാണ്. ആ ഗാസയും ഹമാസിനെ തകർത്തു, നാശമാക്കി. അതിൻ്റെ പേരിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത ഹൂത്തികളുടെ കാര്യം അറിയാം. അവർ കയറി സൂയസ് കനാൽ പോകുന്ന ഷിപ്സിനെ അറ്റാക്ക് ചെയ്തപ്പോൾ അവരെയും കയറി അറ്റാക്ക് ചെയ്തു അമേരിക്കയും നാറ്റോ മറ്റ് രാജ്യങ്ങൾ. ഇനി ഹിസ്ബുള്ളയുടെ കാര്യം എടുക്കാം. ഈ ഹൂത്തി എത്ര പേര് മരിച്ചെന്ന് അവർ പോലും കണക്ക് പുറത്ത് വിടുന്നില്ല. ശരിക്കും ആൾക്കാർ പോയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ കണക്കനുസരിച്ച് ഏകദേശം 380 ഹിസ്ബുള്ള പോരാളികൾ മരിച്ചു എന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട്. അവരുടെ വലിയൊരു ശതമാനം ആംസും ആമിനേഷനും ഇല്ലാതായി. അവിടെ എല്ലാം കൊണ്ട് ബോംബ് ചെയ്തു. അതായത് ഹിസ്ബുള്ളയുടെയും വെടി തീർത്തു കൊടുത്തു. അപ്പം ഹമാസ് തീരുന്നു, ഹിസ്ബുള്ളയെ തീർത്തു, ഹൂത്തികളെ തീർത്തു. ഇറാൻ്റെ കാര്യം അറിയാം എന്താണ് ഉണ്ടായത്. നമ്മുടെ ഇവിടുത്തെ KSRTC ബസ്സിൻ്റെ സ്പീഡുള്ള ഡ്രോൺ, 200 കിലോമീറ്റർ സ്പീഡ് ഡ്രോൺ, അവർ 300ഓളം സാധനങ്ങൾ അയച്ചു ഇറാനിൽ നിന്ന്. അത് 1-2 അവിടെ പതിച്ചു, അവരുടെ എയർപോർട്ടിൻ്റെ ഭാഗത്ത് പതിച്ചു. 7 വയസ്സുള്ളൊരു കുട്ടിക്കാണ് ഇഞ്ചേർഡ് ആയത്. ഇത് മാത്രമാണ് ഉണ്ടായത്. തിരിച്ച് ഇസ്രായേൽ ഈ 300 3 മിസൈലേ കൊടുത്തുള്ളൂ. അതോടുകൂടി ഇറാന് മനസ്സിലായി അവരുടെ സ്ഥിതി എന്താകുമെന്ന്. കാരണം അവർ ഭയന്നുപോയി. പെട്ടെന്ന് തന്നെ വലിയ വീരവിപ്ലവാദം അടിച്ച ഇറാൻ, അവർ വാറുടൻ തന്നെ ഞങ്ങൾ ഇനി വാറിനില്ല. അതായത് ഇറാൻ പിന്മാറി. ഇറാൻ എത്ര നഷ്ടം? അവരുടെ 18ഓളം സീനിയർ ജനറൽമാരെയും കമാൻഡേഴ്സിനെയും ഇസ്രായേൽ സേന കൊന്നു. ഇറാൻ്റെ മറ്റുള്ള പല പ്രോക്സീസ് ഉണ്ട്, ഇറാഖിലും സിറിയയിലും മറ്റുള്ളിടത്ത്, ജോർദാൻ്റെ അടുത്തും. അതിൻ്റെയും വെടി തീർത്തു കൊടുത്തു. ഇതാണ് ഹമാസിനെ കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക് ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രയോജനം. ഇതാണ് ഇവന്മാർ ഭൂലോക മണ്ടന്മാരാണ്. ഇവർക്ക് തലയ്ക്കകത്ത് യാതൊരു ബുദ്ധിയുമില്ല. ഈ പറയുന്ന മതവും വെച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇവന്മാർ എന്ത് ജിഹാദാണ് കാണിച്ചത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട അറേബ്യൻ രാജ്യങ്ങൾ ആലോചിച്ച് നോക്കണം. ഇറാനുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആ ഫൈറ്റിൽ ജോർദാനും സൗദി അറേബ്യയും ഇസ്രായേലിൻ്റെ കൂടെ നിന്നു. അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റും ആൻറ്റി മിസൈൽ എക്യുപ്മെൻസും വെച്ചാണ് ഇവരെ സഹായിച്ചു. ഇവിടെയാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ രാജ്യങ്ങളെല്ലാം അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കേണ്ടത്. ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞ ഈ സാധനവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക് സഹോദര സ്നേഹം എന്ന് പറഞ്ഞ സംഭവമൊക്കെ പണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ രാജ്യങ്ങളെല്ലാം ഹാൻഡിക്യാപ്ഡായി, ഇവരെ സഹായിച്ച്. കാരണം ഇസ്ലാമിൻ്റെ സഹോദര സ്നേഹമുള്ള രാജ്യങ്ങളെ സഹായിച്ച് ഈ രാജ്യങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ഈജിപ്റ്റ് നോക്കുക, വളരെ സ്മാർട്ടായിട്ടാണ് കളിച്ചത്. അവർ 1000ഓളം പലസ്തീൻകാരെ റിഫ്യൂജി ആയിട്ട് വന്ന് അവരോടും പറഞ്ഞ് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അവിടെ വലിയ മതിലും കെട്ടി, ഇവിടെ ഒരൊറ്റ ഒരുത്തരും കയറണ്ട. കാരണം ആ രാജ്യവും ഇസ്ലാമിക് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അതായത് ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഇസ്ലാമിക ജിഹാദാണ്, വേറൊന്നുമല്ല. ഈ പറയുന്ന അമേരിക്ക ഒന്നുമല്ല അവരുടെ ഏറ്റവും വലിയ ഭയം. കാരണം അവൻ്റെ ടെറൈനിൽ, അവൻ്റെ മണ്ണിൽ അവനെ കൊല്ലുക. അതാണ് ഇസ്ലാമിക ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം. അതിൽ ഇസ്രായേൽ വളരെ ചാമ്പ്യനായി. കാരണം അവനവിടെ അൺഡിസ്പ്യൂട്ടഡ് ലീഡറായി മാറി.
ഈ പറയുന്ന ഒരു ഭാഗത്തുനിന്ന് ഹിസ്ബുള്ള, ഒരു ഭാഗത്തുനിന്ന് ഹൂത്തി, ഒരു ഭാഗത്തുനിന്ന് ഇറാൻ, ഇതെല്ലാം ഹമാസ് എല്ലാം കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ഇസ്രായേലിനെ തൊടാൻ പറ്റിയോ? അപ്പം ആദ്യത്തെ അറ്റാക്ക് അവർക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത രീതിയിലോട്ട് പോയി. തിരിച്ചുള്ള ഇസ്രായേലിൻ്റെ അറ്റാക്ക് നോക്ക്, വളരെ സ്റ്റെൽത്തി ആയിരുന്നു. ഇവരെ ലിറ്ററലി പാഠം പഠിപ്പിച്ചു കൊടുത്തു. ഗാസയിൽ ആ ഒരു സിറ്റി ഇല്ലാതായിപ്പോയി. ഇനി എന്നാണ് ഗാസ തിരിച്ചു വരുന്നത്? ഇതാണ് അടുത്ത ചോദ്യം. ഇനിയും ഇറാൻ സഹായിക്കുമോ, മറ്റുള്ളവർ സഹായിച്ച് ഇവർക്ക് എക്യുപ്മെൻറ്റ്സ് എങ്ങനെ കിട്ടും? അതായത് ഒരു ടെറർ സംഘടന പൂർണ്ണമായിട്ടും ഇല്ലാതായി. രണ്ടുപേരിരുന്ന് ഖത്തറിലിരുന്നില്ല സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്നല്ലാതെ അറബ് രാജ്യങ്ങൾ പോലും ഹമാസുമായിട്ട് ബന്ധപ്പെടാൻ ഭയക്കും. ആ രീതിയിലാണ് അവസാനത്തെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇസ്ലാമിക ജിഹാദിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതാണ് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഹമാസ് വാറിൽ നമ്മൾക്ക് കാണുവാൻ സാധിച്ചത്.